വോട്ടർ അധികാർ യാത്രയുടെ പര്യടനം ഇപ്പോൾ ഔറംഗാബാദിൽ ആരംഭിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് എന്നിവർ വാഹനത്തിൽ ഇപ്പോൾ പര്യടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മഹാശക്തി പ്രകടനമായി മാറുക തന്നെയാണ് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ചോരിക്കെതിരെ ശക്തമായ പ്രതിഷേധം, അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം എന്നുകൂടി വിശേഷിപ്പിക്കാം. വലിയ ശക്തി പ്രകടനമായി മാറുന്നു പ്രതിഷേധ റാലി അല്ലേ? വിനീത, തീർച്ചയായും വലിയ ശക്തിപ്രകടനമായി ഈ റാലി മാറുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാലി ആരംഭിച്ച് ഏറെക്കുറെ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുകയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കൂച്ച് എന്ന് പറയുന്ന അടക്കമുള്ള മേഖലകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വലിയ ജനപങ്കാളിത്തം ഈ ഇരു ഭാഗങ്ങളിലും രാഹുലിനെയും തേജസ്വി യാദവിനെയും കാണാൻ വേണ്ടി ജനങ്ങൾ കൂടിയിരിക്കുന്നു. എല്ലാ ഭാഗത്തും എന്താണ് യാഥാർത്ഥ്യം, വലിയ ജനപങ്കാളിത്തമാണ് റോഡിൽ ഉടനീളമുള്ളത്. യുവാക്കളാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, അത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ റാലിയുടെ ഭാഗമാകാൻ രാഹുലിനെയും ഒപ്പം തേജസ്വി അതിനെ കാണാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ തടിച്ചുകൂടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആൾക്കൂട്ടം ഓടി വരുന്നതൊക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. കുട്ടികളുണ്ട്, അവരൊപ്പം മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. വലിയ ജനപങ്കാളിത്തമാണ് ഇവിടെ ഈ റാലിക്ക് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആളുകൾ എത്തുന്നു. പ്രധാനമായും റാലി ആരംഭിക്കുമ്പോൾ വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് ഈ റാലി എന്ന് പറയുമ്പോഴും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കൂടിയാണ് ഈ റാലിയുടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര വലിയ ജനപങ്കാളിത്തമാണ് ഈ റാലിയിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഔറംഗാബാദിലേക്കാണ് യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഔറംഗാബാദ് എത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന അപ്പോൾ ഒരുപക്ഷെ അതാണ് ഔറംഗാബാദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ വോട്ടർ അധികാർ യാത്രയിലൂടെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. റോഡ് ഇരുവശവും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ അണിനിരക്കുകയും ചെയ്യുന്നു. ബീഹാറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനും ദൃശ്യങ്ങളുമായി നന്ദു പേരാമ്പ്രയും തുടരുന്നുണ്ട്.